ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബുക്ക് പരിചയപ്പെടുത്താനായിട്ടാണ്. വിദ്യാ ശിവദാസൻ രചിച്ച കവിതാ സമാഹാരമായ ദ ക്വയറ്റ് ഇൻ ദി നോയ്സ് എന്ന ഒരു ഇംഗ്ലീഷ് കവിതയുടെ ചില പ്രസക്തമായ കാര്യങ്ങൾ പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വിദ്യാ ശിവദാസൻ മറ്റാരുമല്ല, എൻ്റെ മോളാണ്. ഇൻഫോസിസിലെ എൻജിനീയറാണ്, ചെന്നൈയിലാണ് താമസം. വിദ്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യ ചെറുപ്പം മുതലേ വലിയ വായിക്കാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. എപ്പോഴും എന്ത് കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സൊന്നും വാങ്ങണമെന്ന് പറഞ്ഞ് ഒരിക്കലും നിർബന്ധം പിടിക്കാറില്ല. പക്ഷെ ബുക്സ് വാങ്ങിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം വരും. ബർത്ത്ഡേ ആയാൽ പറയുന്നത് എനിക്ക് മിനിമം 5 ബുക്സ് എങ്കിലും വാങ്ങിച്ചു തരുന്നേ പറയൂ. ഡ്രസ്സ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ ആഭരണങ്ങൾ വാങ്ങണമെന്നോ മേക്കപ്പ് വാങ്ങണമെന്നോ ഒന്നും പറയില്ല. എനിക്ക് എപ്പോഴും ബുക്സ് മേടിച്ച് തരണമെന്ന് പറയുന്നൊരു കുട്ടിയാണ്. ചെറുപ്പം മുതൽ അങ്ങനെ ശീലമുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾ എപ്പോഴും അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് എവിടെ പോയാലും ഞങ്ങൾ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ബുക്സാണ്. നല്ലൊരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ട് അവൾക്ക് കേട്ടോ. അവളുടെ കയ്യിൽ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്. അതൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ കഥകൾ പറയുമ്പോൾ ശരിക്കും നമുക്ക് മൂവി കണ്ട പോലെ തോന്നും. ഇംഗ്ലീഷ് മൂവീസ് തന്നെ കുറച്ച് വളരെ നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞു തരാറുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് ആ ഒരു ബുക്ക് റീഡിംഗ് ആണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പോലും അല്ല കേട്ടോ അവൾ പറയുക. അതാണ് അവരുടെ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിദ്യ. ചെറുപ്പത്തിൽ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ട് ചെറിയ സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യണത്. വേൾഡ് വൈഡ് ആണ് ഇതിൻ്റെ പബ്ലിക്കേഷൻ പോയിരിക്കുന്നത്. ബുക്ക് ലീഫ് പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഒരു ശരിക്കും ഞാനിത് റിവ്യൂ കുറച്ചും കൂടെ മുൻപ് ചെയ്യണം വിചാരിച്ചാണ്. പക്ഷേ വായിച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ലേ ഒന്നുകൂടെ നല്ലത്. കാരണം കുറച്ച് കട്ടിയുള്ള ഇംഗ്ലീഷ് ആണെങ്കിലും വായിച്ചത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് റിവ്യൂ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് എന്ന് തോന്നിയത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മേടിച്ച് വായിക്കണം. ഭയങ്കര നല്ലൊരു ബുക്കാണ്. അപ്പോൾ ഞാൻ ഈ ബുക്ക് കാണിച്ചു തരാം. ദി ക്വയറ്റ് ഇൻ ദി നോയ്സ്. ശബ്ദങ്ങൾക്കിടയിലുള്ള നിശബ്ദത എന്ന് മലയാളത്തിൽ നമുക്ക് വിവർത്തനം ചെയ്താൽ മനസ്സിലാവുന്നതാണ് ബൈ വിദ്യാ ശിവദാസൻ. അപ്പോൾ ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും മേടിച്ചത് വായിക്കുക. ഇതിൻ്റെ ചെറിയ ഗ്ലിംസസ്, ഇതിൻ്റെ അകത്തുള്ള ചെറിയ ഗ്ലിംസസ് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തി തരാം. ചെറിയ ചെറിയ കാര്യങ്ങൾ. ബുക്ക് മുഴുവൻ വായിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഏകദേശം 32 പേജുള്ളൊരു സമാഹാരമാണ്. അപ്പം അതിൽ ഇത്രയും കവിതകളുണ്ട്. ഏകദേശം 12 to 15 കവിതകളുണ്ട് ഇതിൽ. ബ്യൂട്ടിഫുൾ പോയംസ് ആണ്. അപ്പം ഇത് കവിതയുടെ ഒരു ആദ്യത്തെ ഒരു ലൈൻ ഞാൻ എന്തായാലും വായിക്കാം കേട്ടോ. കാരണം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അതിൻ്റെ ഒരു ഇതാണ്. പോയംസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവിടെ പോയംസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് എ പോയം ബട്ട് പോയംസ് നെവർ അപ്പീൽ ടു മീ ബിക്കോസ് പോയംസ് ഹാവ് നോ സ്റ്റോറി ബട്ട് ഐ നെവർ ന്യൂ പോയംസ് കെയിം ഫ്രം സ്റ്റോറീസ്. എല്ലാ കഥകളിലും ഒരു കവിതയുണ്ട്, അത് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇത് തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു കവിതാ സമാഹാരമാണ്. എൻ്റെ മോൾ എഴുതിയതുകൊണ്ട് ഞാൻ പറയല്ല കേട്ടോ. ഇത് ബ്യൂട്ടിഫുൾ പോയട്രിയാണിത്. നല്ലൊരു കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഗ്ലിംസസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇത് ബുക്ക് ലീഫ് പബ്ലിക്കേഷൻസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ഇതിൻ്റെ തുടക്കം യാത്രയ്ക്ക് വേണ്ടി തന്നെ എന്നൊരു സമർപ്പണത്തോടു കൂടിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. യാത്രയ്ക്ക് വേണ്ടി തന്നെ, ജീവിതമാകുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി തന്നെ എന്ന ആ സമർപ്പണമാണ് നമ്മൾ ഈ ബുക്കിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ. നമ്മൾക്ക് ഹൃദയത്തിൻ്റെ മന്ത്രണങ്ങൾ, ചിന്തകളുടെ നിഴലുകൾ, അനുഭവത്തിൻ്റെ പ്രതിധ്വനികൾ എന്നാണ് കവിതയിലെ ആമുഖത്തിൽ കവയിത്രി നമ്മൾക്ക് വേണ്ടി പറഞ്ഞു. നിലനിൽപ്പിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഭാരത്തിൻ്റെയും സാക്ഷ്യമാണ് ഈ കവിതകൾ എന്ന് കവയിത്രി നമ്മളോട് ഈ വരികളുടെ നിശബ്ദമായ പ്രതിഫലനങ്ങൾ കണ്ടെത്താൻ വായനക്കാരെ അവർ ഈ കവിതാ സമാഹാരത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഇതിൽ
പ്രതിപാദിച്ചിട്ടുണ്ട്. ചില കവിതകളുടെ ചെറിയ ഒരു വിവർത്തനം, ചെറിയ രീതിയിൽ, അത് മുഴുവനായിട്ട് നിങ്ങൾ എന്തായാലും വായിക്കണം, പക്ഷെ ചെറിയ രീതിയിൽ ഞാനത് അതിൻ്റെ ഉള്ളടക്കത്തിൽ കൂടെ ഒന്ന് ഓടിപ്പോയി പറയുന്ന ചെറിയ കാര്യങ്ങൾ, ഒരു ഗ്ലിംസസ് ഓഫ് ദ പോയം എന്ന് പറയാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് മാത്രം. അത് മേടിച്ചിട്ട് ഒരു കവിതയായ ലുക്ക് ക്ലോസ്ലി ലിറ്റിൽ വൺ എന്നതിൽ വിശ്വസ്തരായവർ പോലും നമ്മളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ചെറിയ മുന്നറിയിപ്പ് തരുന്ന ഒരു പോയമാണത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ വിശ്വസിക്കുന്നവർ പോലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് അതിൻ്റെ ആ വശങ്ങൾ കൂടെ പറയുന്ന ഒരു കവിതയായ ദ ക്വൈറ്റ് ഗ്രേസ് ഓഫ് ഓർഡിനറി എന്ന കവിതയിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾക്ക് എങ്ങനെ സമാധാനം കണ്ടെത്തുന്നു എന്ന് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. അതൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ് അത് വായിക്കുമ്പോൾ, അത് വായിക്കുന്നവർക്കത്. പിന്നെ ഒരു കവിതയായ ഫിയർ എന്ന കവിതയിൽ ഭയം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്, നമ്മളിൽ ഭയം എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കവയത്രി വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭയം എവിടെയാണ് നമ്മളിൽ ഇരിക്കുന്നതെന്ന് വായിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. ഭയം ഒരു ഒളിഞ്ഞിരിക്കുന്ന വികാരമാണ്. ആ ഒളിഞ്ഞിരിക്കുന്ന ഭയം എവിടെയാണെന്ന് നമ്മളിൽ തന്നെ തേടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കുമെന്ന് ഇവിടെ പിന്നെ ഒരു കവിതയായ ദ ബീസ്റ്റ് വിത്തിൻ എന്ന കവിതയിൽ വിനാശകരമായ നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ തന്നെ മൃഗരൂപത്തിൽ ഇരിക്കുന്നു, നമ്മളിൽ തന്നെ അത് ഇരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എന്തിന് എന്നും കൂടെ ചേർത്തി വായിച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മൃഗതുല്യമായ ആ വിനാശകരനായ അതിനെ നമുക്ക് മാറ്റാൻ, ബീസ്റ്റിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വളരെ മനോഹരമായി. അതുപോലെ ദി ഇവോൾവിംഗ് ഹെലോ എന്ന് പറയുന്ന ഒരു കവിതയിൽ ഹെലോ പറയാൻ പോലും നമ്മൾ മറന്നിട്ട്, ഇപ്പോൾ ഹെലോ മെസ്സേജിൽ കൂടെയാണ്, അത് ബ്ലൂ ടിക്കിൽ കൂടെയാണ് ഒരാളെ ഹെലോ അറിയുന്നത്. അവരുടെ ശബ്ദം കേൾക്കുന്നില്ല, അവരെ വിളിച്ച് സംസാരിക്കുന്നില്ല. ഹെലോ എന്ന് വാട്സപ്പിൽ ഇട്ടാൽ അതിൽ ബ്ലൂ ടിക്ക് കണ്ടാൽ അവർ ആ ഹെലോ ആക്സെപ്റ്റ് ചെയ്തു എന്നായി. ആ രീതിയിലേക്ക് ബന്ധങ്ങൾ മാറി ഒരു സങ്കടത്തോടെ പറയുന്ന ഒരു കവിതയായി എന്നെ ഏറ്റവും സ്പർശിച്ച ഒന്നാണ് റൂംമേറ്റ്സ് എന്ന് പറയുന്ന ഒരു കവിത. പണ്ടൊക്കെ നമ്മൾ ആത്മസുഹൃത്തുക്കളാണ്, ഒന്നിച്ചിരുന്നാലും എവിടെ പോയാലും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആത്മസുഹൃത്തുക്കൾ എന്ന് പറയുന്ന അവിടെ ഇന്ന് ഒരു റൂമിൽ താമസിച്ചാൽ റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ അവിടെ ചുരുങ്ങിയോ ആ ബന്ധങ്ങൾ, അതൊരു ജീവിതകാലം മുഴുവനുള്ള ഒരു സുഹൃത്ത് ബന്ധം അല്ലാതായി മാറിയോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്ന പോലെ തോന്നിയ ഒരു കവിത കൂടിയാണ്. ഇനിയും കുറേ അധികം കവിതകളുണ്ട് ഇതിൽ. ദി ക്വൈറ്റ് ഇൻ ദി നോയ്സ് എന്ന കവിതയിൽ ഒരു ആൾക്കൂട്ടത്തിൽ തനിയെ ഒറ്റപ്പെട്ടുപോയി ആ ഒറ്റപ്പെടലിൽ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുടെ ഒരു ചിന്തകളായിട്ട്, അല്ലെങ്കിൽ ആ സന്തോഷം അവർ സ്വയം അനുഭവിക്കുന്നതായിട്ടാണ് ഈ പോയട്രിയിൽ, ഈ കവിതയിൽ എനിക്ക് മനസ്സിലാക്കാം. മൊത്തത്തിൽ എഴുത്തുകാരിയുടെ സ്വയം കണ്ടെത്തലിൻ്റെ യാത്രകളെക്കുറിച്ച് മനോഹരമായ കവിതകളുടെ ഒരു സമാഹാരമാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കവിതകളിലുണ്ട്. ഞാൻ 1, 2, 3 കവിതകളുടെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെറുതായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ കവിതകൾ ഈ ബുക്ക് വരുത്തി വായിക്കുക. വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതാ സമാഹാരമാണിത്. തീർച്ചയായിട്ടും ഇത് സ്വയം എഴുതിയ ഒരു കവിതാ സമാഹാരത്തിൻ്റെ ആണെങ്കിൽ പോലും ഒരു അംഗീകാര പത്രവും കൂടി ഈ കവയിത്രി അതിൽ വിസ്തരിച്ചിട്ടുണ്ട്. അവരെല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ആദ്യമായി അവർ നന്ദി പറയുന്നത് അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് അനൂപിനോടും ഞങ്ങൾ ശിവേട്ടനും സുനിത പാരൻസിനോടും ബ്രദർ നന്ദകിഷോറിനോടും, അതുപോലെ അവളുടെ അവളെ ഈ കവിതകൾ എഴുതുമ്പോൾ അടുത്ത് കിടന്ന് അവൾ എഴുതുന്ന ആ കവിതകൾ ആസ്വദിക്കുന്ന പോലെ അവളെ സപ്പോർട്ട് ചെയ്ത അവളുടെ പ്രിയപ്പെട്ട ജോയ് കുട്ടനും എല്ലാവർക്കും ഒരു കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ് അവളുടെ ഈ കവിതകൾ അവസാനിക്കുന്നത്. അപ്പോൾ ഈ കവിത ആമസോൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വായിക്കാം. ഇതിനെക്കുറിച്ച് നല്ല കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ കമൻസിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ ഇതിലിടാം. അപ്പം ആ ബുക്കിൻ്റെ ഫ്രണ്ട് കവർ നിങ്ങൾക്ക് ഇട്ട് തരാം. തീർച്ചയായിട്ടും ഒരു കുട്ടിയുടെ ഒരു പ്രയത്നം,
അത് ജീവിതത്തിൽ നമ്മൾക്ക് പകർത്താവുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോയ കാര്യങ്ങളൊക്കെ ഇതിൽ വളരെയധികം പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ട് ലൈറ്റനിങ് ഫീൽ വരും തീർച്ചയായിട്ടും. അപ്പം ഞാനിത് വായിക്കാനെടുത്തൊരു സമയമാണ് ഇത് റിവ്യൂ ചെയ്യാൻ സമയമെടുത്തത്. കാരണം പെട്ടെന്നങ്ങ് വായിച്ചു തീർക്കേണ്ട ഒരു കവിതയല്ല അത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോയട്രി. ഭയങ്കരമായിട്ടത് നമ്മളെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പോയട്രി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വിലയൊന്നുമില്ല കേട്ടോ, വാങ്ങിക്കാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അപ്പം പ്ലീസ് കേട്ടതിന് എല്ലാവർക്കും ബിഗ് താങ്ക് യു. എൻ്റെ ചാനൽ ശിശുന വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ബുക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, താങ്ക് യു.